പെട്ടെന്നൊരു ദിവസം കാര്യങ്ങളെല്ലാം അങ്ങ് കൈവിട്ടു പോവുകയാണ്. വലിയ നഷ്ടങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ലെങ്കിലും നിലവിലെ സാഹചര്യത്തിൽ നിന്നും മുന്നോട്ട് പോകാൻ വയ്യാതെ എവിടെയോ സ്റ്റക്കായി പോകുന്നത് പോലൊരവസ്ഥ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാം സന്തോഷമായി പോകുന്നതിൻ്റെ ഇടയിൽ അകാരണമായി എല്ലാം നിശ്ചലമാകുന്നത് പോലെ ഒരു വേദന നമ്മളെ അലട്ടുന്നുണ്ടെങ്കിൽ ഇന്നത്തെ ദൈവിക ആലോചന നാം കേൾക്കുക മാത്രമല്ല, ആ അവസ്ഥയ്ക്കകത്തുനിന്ന് ദൈവം നമ്മളെ പുറത്തു കൊണ്ടുവരുന്നതിൻ്റെ ഒരു വിടുതൽ കൂടെ കർത്താവിനകത്ത് ഒരുക്കി തരാൻ പോകുകയാണ്. ചുരുക്കത്തിൽ ഇന്നത്തെ പ്രവചന ദൂത് അതിശക്തമായൊരു വിടുതൽ ശുശ്രൂഷയാണ്. വളരെ സന്തോഷത്തോടെ ഇന്നത്തെ ഈ പ്രവചന ദൂതിലേക്ക് നിങ്ങളെ എല്ലാവരെയും യേശു കർത്താവിൻ്റെ വലിയ നാമത്തിൽ സന്തോഷത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മളുടെ ജീവിത വഴികളിൽ നന്നായി കാര്യങ്ങൾ നടക്കണമെന്ന് ആഗ്രഹിച്ചാണ് നമ്മൾ എല്ലാത്തിനും ഇറങ്ങി പുറപ്പെടുന്നത്. അത് ജോലിയായാലും ബിസിനസ്സായാലും ശുശ്രൂഷയായാലും വിദ്യാഭ്യാസമായാലും കുടുംബജീവിതമായാലും എല്ലാം. എന്നാൽ നന്നായി പോകുന്നതിൻ്റെ ഇടയിൽ പൊടുന്നനവെ തടസ്സങ്ങൾ നേരിടുകയാണ്. എന്നാൽ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുന്നുമില്ല. എവിടെയോ ഒരു ലോക്കാകുന്ന സാഹചര്യം മാത്രം നമ്മൾ അനുഭവിക്കുന്നു. നമുക്ക് മനസ്സിലാകും ഒരു പ്രശ്നം തട്ടിയിട്ടുണ്ട്. എന്നാൽ എവിടെ നിന്നാണ് എന്ന് കണ്ടെത്താൻ നമ്മളെ കൊണ്ട് പറ്റുന്നുമില്ല. നമ്മൾ പഠിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ പ്രവർത്തിക്കുന്നുണ്ട്, നമ്മൾ ബിസിനസ് ചെയ്യുന്നുണ്ട്, നമ്മൾ മിനിസ്ട്രി ചെയ്യുന്നുണ്ട്. എന്നാൽ അതിൻ്റെയൊക്കെയും ഒരു ഗുണം നമുക്ക് ലഭിക്കുന്ന മേഖലയിലേക്ക് വരുമ്പോൾ അവിടെ മാത്രം നമ്മൾ വല്ലാതെ നിരാശിതരായി പോകുന്നൊരു സാഹചര്യത്തെയാണ് നമ്മൾ ഇങ്ങനെയുള്ള അവസരങ്ങളിൽ നേരിടുന്നത്. പെട്ടെന്ന് ജീവിതത്തിൽ ഇങ്ങനെ വരുന്നതായ നിശ്ചലാവസ്ഥകളുടെ പുറകിൽ എന്തോ ഒരു പ്രവർത്തന മേഖല ഉണ്ടെന്നുള്ളത് സ്വാഭാവികമായും ഊഹിച്ചാൽ മനസ്സിലാകുന്ന കാര്യമാണ്. വിശുദ്ധ ബൈബിളിൽ ഇപ്രകാരമുള്ളതായ സംഭവങ്ങളെ നിരവധി ഇടങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വാഴ്ത്തപ്പെട്ടവനായ നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ ശുശ്രൂഷാ കാലത്ത് ഇപ്രകാരമുള്ളതായ നിശ്ചലാവസ്ഥകളിൽ അടിഞ്ഞുകൂടിപ്പോയ നിരവധി മനുഷ്യരെ യേശു സ്വതന്ത്രമാക്കുന്ന അത്ഭുതങ്ങളാൽ ബൈബിൾ സമ്പന്നമാണ്. ഇന്നെൻ്റെ വാക്കുകളെ കേൾക്കുന്ന നിങ്ങളോട് ഞാൻ പറയട്ടെ, എൻ്റെ കർത്താവായ യേശുവിൻ്റെ സ്നേഹനിർഭരമായിരിക്കുന്ന ഈ രക്ഷാദൗത്യവും ഈ വിടുതൽ പ്രവൃത്തിയും അവസാനിച്ചിട്ടില്ല. അതിന്നും തുടരുകയാണ്. നിങ്ങൾ ആയിരിക്കുന്ന ജീവിത മേഖലയിൽ നിങ്ങളെ അലട്ടുന്ന ഏറ്റവും വലിയ ഭാരത്തിൽ നിന്നും ഇന്നു പകൽ നിങ്ങൾക്ക് പുറത്തു വരാം. നിങ്ങളെ സഹായിക്കാനാണ് സത്യത്തിൽ കർത്താവ് എന്നെ നിങ്ങളുടെ മുമ്പിലേക്ക് ഇന്ന് അയച്ചിരിക്കുന്നത്. ഇന്നലെ ഞായറാഴ്ചയായിരുന്നു. അനുഗ്രഹീതമായൊരു ആരാധന നമ്മുടെ സഭയിൽ ഉണ്ടായിരുന്നു. ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിച്ച് കേൾക്കണേ. വിശുദ്ധ ആരാധനയിൽ അതിപ്രധാനമായിരിക്കുന്ന ചില സാക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ വർഷം കോട്ടയത്ത് റെഡ് ക്രോസ് സൊസൈറ്റിയിൽ നമ്മുടെ വിശുദ്ധ ആരാധന നടക്കുന്ന ഒരു ദിവസം കുമളിയിൽ നിന്നും ഒരു മകനെയും കൊണ്ട് പ്രാർത്ഥിക്കുവാൻ മാതാപിതാക്കൾ വന്നു. അന്ന് ആ കുട്ടി ബ്രെയിൻ ട്യൂമർ വന്നതിനെ തുടർന്ന് ഒരു സർജറി നടക്കുകയും തുടർന്ന് അവൻ്റെ സംസാരശേഷി നഷ്ടപ്പെടുകയും ശരീരത്തിൻ്റെ ഒരു ഭാഗം അവന് പ്രവർത്തന സ്വാധീനം ഇല്ലാതായി പോവുകയും ചെയ്തു. അന്നത്തെ ശുശ്രൂഷയുടെ നടുവിൽ ആ മകന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ദൈവാത്മാവ് നിയോഗം നൽകുമ്പോൾ അവൻ്റെ ദേഹത്തു നിന്ന് ഭയങ്കരമായൊരു ദുരാത്മാവ് അഴിഞ്ഞു മാറുകയും അന്ന് അവൻ്റെ ആ ഒരു ശാരീരിക അവസ്ഥയ്ക്ക് ഒരു മാറ്റം ആരംഭിക്കുകയും അന്ന് തന്നെ സംസാരശേഷി പരിപൂർണമായി നഷ്ടപ്പെട്ട ആ ചെറുപ്പക്കാരൻ സംസാരിക്കുകയും ചെയ്തു. ഇന്നലത്തെ ആരാധനയുടെ ലൈവ് കാണുന്നവർക്കറിയാം. ഇന്നലെ ആ കുടുംബം വരികയും ആ മകൻ ആരോഗ്യവാനായി വന്ന് സ്റ്റേജിൽ കയറുകയും അത് മാത്രവുമല്ല, അവൻ അവിടെ നിന്ന് രണ്ടുപേരും പാട്ട് പാടുകയും ചെയ്തു. നമ്മളുടെ ജീവിത മേഖലകളിൽ എവിടെയൊക്കെയോ നമ്മളെ നിശ്ചലമാക്കി കളയുന്ന ചില ബന്ധനങ്ങൾ അഴിഞ്ഞു മാറുമ്പോൾ അതിതീവ്രമായിരിക്കുന്ന റിസൾട്ടാണ് നമ്മുടെ എല്ലാവരുടെ ലൈഫിൽ ഉണ്ടാകുന്നത്. ഒറ്റ സാക്ഷ്യത്തിൻ്റെ കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ കണ്ടിന്യൂ ചെയ്യാം. കഴിഞ്ഞ ഒരു 6 വർഷത്തോളമായി ഒരേ സബ്ജക്റ്റിന് വേണ്ടി പരിശ്രമിച്ചിട്ട് വിജയിക്കാതെ CA എക്സാം, ചാർട്ടേഡ് അക്കൗണ്ട് എക്സാമിൽ തോറ്റുപോകുന്ന ഒരു മകൻ പ്രാർത്ഥിക്കുവാനായി വന്നിരുന്നു. ആ കുട്ടി അവൻ പഠിക്കാത്തതിനാലല്ല, അവൻ പഠിപ്പിക്കുന്നവർ കൂടെ ജയിക്കും. അത്രത്തോളം മിടുമിടുക്കനായ സമർത്ഥനായ ഈ മകൻ അവൻ്റെ ജീവിതത്തിൻ്റെ വിജയത്തിന് തടസ്സമായി നിൽക്കുന്ന മേഖല ഏതാണെന്നുള്ളത് അവൻ ആലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ദിവസം ദൈവത്തിൻ്റെ ആത്മാവ് വെളിപ്പെടുത്തുകയും ആ വിഷയത്തിന് പരിഹാരം ചെയ്ത് ഞങ്ങൾ ശുശ്രൂഷ നടത്തുകയും തുടർന്ന് അനുഗ്രഹീതമായിരിക്കുന്ന തിളക്കമാർന്നൊരു വിജയം ദൈവം അവന് നൽകുകയും ചെയ്തു. ഈ 2 സാക്ഷ്യങ്ങളുടെയും അടിസ്ഥാനത്തിൽ മനുഷ്യജീവിതത്തിന്മേൽ രൂഢമൂലമായി കിടക്കുന്ന നിശ്ചലാവസ്ഥകളെ എങ്ങനെയാണ് പരിഹരിക്കേണ്ടത് എന്നുള്ളത് ദൈവവചനത്തിൽ അല്പമായിട്ട് ഇന്നലെ ഞാൻ സംസാരിക്കുകയുണ്ടായി. നമ്മൾ വിശുദ്ധ തിരുവെഴുത്തിൽ ലൂക്കോസിൻ്റെ സുവിശേഷം 13-ാം അധ്യായത്തിൻ്റെ 10 മുതൽ 17 വരെയുള്ളതായ പരിശുദ്ധ വചനങ്ങൾ വായിക്കുമ്പോൾ യേശു കർത്താവ് ദേവാലയത്തിലേക്ക് പോകുന്ന ഒരു കാഴ്ച നാം കാണുന്നു. അത് ഒരു ആരാധനാ ദിവസമാണ്, ഒരു ശബത്ത് ദിവസമാണ്. ദേവാലയത്തിലേക്ക് എത്തിയ നമ്മുടെ അരുമനാഥനായ കർത്താവായ യേശു അവിടെ രോഗിയായിരിക്കുന്ന, വൈകല്യം ബാധിച്ചിരിക്കുന്ന ഒരു സ്ത്രീയെ സൗഖ്യത്തിനായി പരിഗണിക്കുന്ന കാര്യം നമ്മൾ കാണുന്നുണ്ട്. അവൾക്ക് 18 വർഷമായി കൂനാണ്. അതായത് കൂന് ബാധിക്കുന്ന ഒരു സ്ത്രീയുടെ അവസ്ഥ നമുക്കറിയാമല്ലോ. അവൾ കുനിഞ്ഞ് വില്ലുപോലെ വളഞ്ഞ്
മുകളിലേക്ക് നോക്കാൻ കഴിയാതെ സ്വന്തം കാൽനഖങ്ങളും കാൽച്ചുവട്ടിലെ മണ്ണും മാത്രം കണ്ടുകൊണ്ട് ആരെങ്കിലും ഒന്ന് വിളിച്ചാൽ തന്നെ ചരിഞ്ഞിങ്ങനെ നോക്കത്തക്ക വിധത്തിൽ ഗതികേടിനാൽ വരയുന്ന ഒരവസ്ഥയിൽ ആ സ്ത്രീ തൻ്റെ ജീവിതത്തിൻ്റെ 18 വർഷമാണ് കഴിച്ചുകൂട്ടിയത്. യേശുവിനെ കണ്ട ആ ദിവസം അവളുടെ ജീവിതത്തിലെ മാറ്റത്തിൻ്റെ ദിവസമായിരുന്നു. നാം യേശുവിനെ കാണുന്ന ഏത് നിമിഷവും നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങളുണ്ട് കേട്ടോ. ആർക്കും പരിഹരിക്കാൻ കഴിയാത്ത ഏത് സങ്കടത്തിൽ നിന്നും ഉടനടി പുറത്തു വരുന്ന അത്ഭുതങ്ങൾ നമുക്ക് കർത്താവിൻ്റെ സാമീപ്യത്തിൽ ലഭ്യമാണ് അന്നും ഇന്നും. നിങ്ങൾ വിശ്വസിക്കുക, ഇന്ന് നിങ്ങൾക്കൊരു വിടുതൽ കർത്താവ് തരികയാണ്. യേശുവിൻ്റെ അരികിലേക്ക് വന്ന ഈ പ്രിയ സ്ത്രീയോട് വാഴ്ത്തപ്പെട്ടവനായ നമ്മുടെ കർത്താവായ യേശു മകളെ നിവരുക എന്ന് പറഞ്ഞ് അവളെ സൗഖ്യമാക്കുന്ന ഒരു രംഗം നമ്മളിവിടെ കാണുന്നുണ്ട്. ആ നിമിഷം കുറേ കിശപിശകളൊക്കെ സമൂഹത്തിലുണ്ടാകുന്നു. കാരണം ഇതൊരു ശാബത്ത് ദിവസമാണ്, ഇങ്ങനെയുള്ള പ്രവൃത്തികൾ ഇന്ന് ചെയ്യാൻ പാടില്ല. അപ്പോൾ യേശു അതിന് നൽകുന്ന ഒരു മറുപടിയാണ് ഇന്നത്തെ ദൂതൻ്റെ ബേസ് എന്ന് പറയുന്നത്. യേശു അതിൻ്റെ ഉത്തരം നൽകുകയാണ്. 16-ാമത്തെ വാക്യം, ലൂക്കോസിൻ്റെ സുവിശേഷം 13-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വചനത്തിലാണ് ഈ തിരുവെഴുത്ത്. യേശു പറയുന്ന വാക്ക്, എന്നാൽ സാത്താൻ 18 സംവത്സരമായി ബന്ധിച്ചിരുന്ന അബ്രഹാമിൻ്റെ മകളായ ഇവളെ, കേൾക്കണം, സാത്താൻ 18 സംവത്സരമായി ബന്ധിച്ചിരുന്ന അബ്രഹാമിൻ്റെ മകളായ ഇവളെ ശബത്ത് നാളിൽ ഈ ബന്ധനമഴിച്ച് വിടേണ്ടതല്ലയോ? നമ്മുടെ കർത്താവിൻ്റെ മിനിസ്ട്രിയിലെ ഏറ്റവും ഹൈലൈറ്റ് ഇവൻറ്റുകളിൽ ഒന്നായിരുന്നു ബന്ധന വിമോചന ശുശ്രൂഷകൾ. പിശാചുബാധയാൽ, ശാരീരിക വൈകല്യങ്ങളാൽ, പലവിധ രോഗങ്ങളാൽ വലഞ്ഞിരിക്കുന്ന വ്യക്തികളുടെ ദേഹത്തു നിന്നും ആ ദുരന്തങ്ങളെ അഴിച്ചുമാറ്റി അതിന് കാരണമായിരിക്കുന്ന വ്യാധികളെയും പിശാചുകളെയും ബഹിഷ്കരിച്ചുകൊണ്ട് മനുഷ്യരെ പൂർണ്ണ സ്വാതന്ത്ര്യത്തിലേക്ക്, ജീവിതത്തിൻ്റെ സന്തോഷത്തിലേക്ക് മടക്കിക്കൊണ്ടുവരുന്ന അതിതീവ്രമായിരിക്കുന്ന ഒരു ശുശ്രൂഷ നമ്മുടെ കർത്താവ് തൻ്റെ ദൗത്യകാലങ്ങളിൽ നിർവഹിച്ചിരുന്നു. തൻ്റെ കാലശേഷം യേശു അത് തൻ്റെ അപ്പോസ്തലന്മാരിലേക്കാണ് കൈമാറിയത്. തുടർന്ന് അത് ഈ കാലഘട്ടങ്ങളിൽ കർത്താവിൽ വിശ്വസിക്കുന്ന അവിടുത്തെ പ്രിയമക്കളായ നമ്മളിലേക്കാണ് ദൈവം അതിൻ്റെ നിയോഗത്തെ നൽകിയിരിക്കുന്നത്. നാം വിശ്വസിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ ഇന്നും ആ വിടുതലുകൾ സാധ്യമാണ്. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ പ്രിയ മക്കളെ, യേശുവിൻ്റെ ഈ ഒരു ശുശ്രൂഷ സ്ഥിരീകരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, ആ സ്ത്രീയെ 18 വർഷം അലട്ടിയിരുന്നതായ കൂൻ എന്ന് പറയുന്ന രോഗം എല്ലാവരും ഒരു ശാരീരിക വൈകല്യമായി മാത്രം കാണുമ്പോൾ യേശു അതിനെ കണ്ടത് പിശാചിനാലുണ്ടായ ഒരു ബന്ധനം എന്ന നിലയിലാണ്. ഇതെൻ്റെ സ്റ്റേറ്റ്മെൻ്റ് അല്ല, നമ്മുടെ കർത്താവായ യേശുവിൻ്റെ പ്രസ്താവന തന്നെയാണ്, യേശുവിൻ്റെ കണ്ടെത്തൽ തന്നെയാണ്. നോക്കൂ, ഈ 16-ാം വാക്യത്തിൽ യേശു പറയുന്നു, 18 സംവത്സരമായി സാത്താൻ അവളെ ബന്ധിച്ചിരുന്നതാണ്. ആ ബന്ധനം അഴിച്ച് ഇവിടെ സ്വതന്ത്രയാക്കേണ്ടതല്ലയോ എന്ന് കർത്താവോട് ചോദിക്കുന്നുണ്ട്. അതായത് അതിന് ശബത്തെന്നോ അല്ലാത്ത ദിവസമെന്നോ പോലും യേശു നോക്കുന്നില്ല. നമ്മൾ കർത്താവിൻ്റെ മുമ്പിലെത്തുന്ന ആ നിമിഷം നമ്മുടെ പ്രശ്നങ്ങളെ പരിഹരിക്കുവാൻ യേശു നമ്മളെക്കാൾ ശുഷ്കാന്തിയോടുകൂടെ നിൽക്കുന്ന ആളാണ്. ഈ കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. എന്നെ വിടുവിക്കുവാൻ ദൈവത്തിനൊരു മനസ്സുമില്ല എന്ന് പലരും പറയുന്നു. എന്നെ ഉയർത്താൻ ദൈവത്തിനൊരു താല്പര്യമില്ല എന്ന് പലരും ചിന്തിക്കുന്നു. എൻ്റെ കാര്യത്തിനകത്ത് മാത്രം കർത്താവിൻ്റെ ഉത്സാഹമില്ല എന്ന് പലരും സങ്കടപ്പെടുന്നു. നോ, നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ വിചാരപ്പെടുന്നതിനേക്കാൾ അധികം നിങ്ങൾക്കായി പ്രവർത്തിക്കുവാനുള്ള സന്മനസ് നമ്മുടെ കർത്താവ് ഈശോ മിശിഹായ്ക്കുണ്ട്. ആ കരങ്ങളെ ഉയർത്തി കർത്താവിനൊരു നന്ദി പറഞ്ഞാട്ടെ. യേശു ആ മകളെ വിടുവിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. ഞാൻ ഈ ദൈവവചനത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു കാര്യം നിങ്ങളോട് പറയാം. നിശ്ചലമായി പോകുന്ന പെട്ടെന്നുള്ള ജീവിതാവസ്ഥകളുടെ പുറകിൽ എന്താണ് ഏതാണ് കാരണമെന്ന് ചികഞ്ഞാൽ പലപ്പോഴും കിട്ടണമെന്നില്ല. നന്നായി പോകുന്ന ബിസിനസ് പെട്ടെന്നൊരു ദിവസം അത് മന്ദഗതിയിലാകുന്നു. നന്നായി പോകുന്ന കുടുംബജീവിതം പെട്ടെന്ന് ചില അസ്വാരസ്യങ്ങളുണ്ടായി കാരണമെന്തെന്ന് പോലും അറിയാൻ വയ്യാത്ത നിലയിൽ അത് തല്ലിപ്പിരിയുന്നൊരു വക്കിലേക്ക് എത്തുന്നു. നന്നായി പഠിക്കുന്ന വിദ്യാർത്ഥി പെട്ടെന്നൊരു ദിവസം അതിൻ്റെ പഠന നിലവാരം താഴേക്ക് താഴുന്നു. ആരോഗ്യത്തോട് ഓടി നടന്ന ഒരാൾ പെട്ടെന്ന് എന്തൊക്കെയോ ശാരീരിക ക്ഷീണങ്ങളാൽ ആശുപത്രിയിലേക്ക് നടന്നുപോയ ആൾ നടക്കാൻ പോലും വയ്യാതെ തിരിച്ച് ഭവനത്തിലേക്ക് മടങ്ങി വരുന്നു. പെട്ടെന്നൊരു ദിവസം യാതൊരു പ്രകോപനവും കൂടാതെ മേലധികാരികൾക്ക് നമ്മളോടൊരു വിരക്തി ഉണ്ടാകുന്നു, നമ്മളെ ടെർമിനേഷൻ ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രൊമോഷൻ അവർ തടഞ്ഞു വെക്കുന്നു. എവിടേക്ക് നോക്കിയാലും അകാരണമായി ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ, അകാരണമായി ഉണ്ടാകുന്ന ചില സങ്കടങ്ങൾ, പെട്ടെന്ന് ജീവിതത്തിൽ കാര്യമറിയാതെ കയറി വരുന്ന ഇത്തരം ദുരന്തങ്ങളുടെ പിന്നിലെ രഹസ്യം എന്താണ് എന്ന് അന്വേഷിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്. ദൈവത്തിൻ്റെ വചനം പറയുന്ന ഒരു കാര്യം നാം മനസ്സിലാക്കണം. അദൃശ്യമായ ഒരു ലോകത്തിൽ നിന്നും നമ്മുടെ ജീവിതത്തിൻ്റെ വിജയത്തിനെതിരെ, നമ്മുടെ പുരോഗതിക്കെതിരെ അതിതീവ്രമാം വിധം പ്രവർത്തിക്കുന്ന ഒരു എതിർ പ്രവർത്തന മണ്ഡലമുണ്ട്. അതിനെ പൈശാചിക ലോകത്തിൻ്റെ എതിരായി ബന്ധനമായി വിശുദ്ധ ബൈബിൾ വെളിപ്പെടുത്തുന്നുണ്ട്. അത്തരം മേഖലകളിൽ നിന്നുള്ളതായ പ്രത്യാക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു ദൈവ പൈതലിനെ സംരക്ഷിക്കുവാനും വന്നുപോകുന്ന സകലവിധമായ പിഴവുകളിൽ നിന്നും രക്ഷ നേടുവാനുമുള്ളതായ എല്ലാ സംവിധാനവും കർത്താവ് നമുക്ക് ഒരുക്കി വെക്കുകയാണ്. സാത്താനാൽ ഉണ്ടാകുന്ന എല്ലാവിധ ദോഷങ്ങളിൽ നിന്നും നമുക്ക് വിമോചനം നൽകുവാൻ, പിശാചിന്റെ പ്രവൃത്തികളെ അഴിക്കുവാൻ തന്നെയാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവ് യേശു നമുക്ക് വേണ്ടി പ്രത്യക്ഷനായത്. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, ഈ സ്ത്രീയെ രോഗത്തിന്റെ രൂപത്തിൽ ദീർഘകാലം സാത്താൻ ബന്ധിച്ചിരിക്കുകയായിരുന്നു. അവൾ ബന്ധനത്തിലായിരുന്നു. 18 വർഷമാണ് അവളുടെ ജീവിതത്തിലേക്ക്
നഷ്ടപ്പെട്ടു പോയത്? ഒരു ഇൻസിഡൻറ്റിൻ്റെ പേരിൽ നിങ്ങൾ ഒരു പക്ഷേ നിങ്ങളുടെ ജീവിതത്തിലെ നല്ല സമയം കളഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളായിരിക്കാം. ഒരു പ്രണയത്തിൻ്റെ പേരിലായിരിക്കാം, അല്ലെങ്കിൽ ഒരു കൂട്ടുകെട്ടിൻ്റെ പേരിലായിരിക്കാം, അല്ലെങ്കിൽ ഒരു കേസിൻ്റെ പേരിലായിരിക്കാം. ആർക്കോ ഒരാൾക്ക് വേണ്ടി നിങ്ങൾ പെട്ടെന്ന് ഇടപെട്ടതായ മറ്റൊന്നും ചിന്തിക്കാത്തൊരു പ്രവൃത്തിയുടെ പേരിലായിരിക്കാം നിങ്ങൾ ഇന്നും കോടതി കയറുന്നത്, നിങ്ങൾ ഇന്നും കിടന്ന് വലയുന്നത്. സ്നേഹം നിറഞ്ഞവരെ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ നല്ല നല്ല സമയങ്ങളെ, വിജയകരമായിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൻ്റെ നല്ല അധ്യായങ്ങളെ ഈ വിധത്തിൽ നശിപ്പിച്ചു കളയുന്ന പല പ്രവണതകൾ ഇന്ന് നിങ്ങളുടെ ജീവിത പരിസരങ്ങളിൽ പിശാച് ഒരുക്കിക്കൊണ്ട് വരുമ്പോൾ അതിനകത്ത് നിങ്ങളെ ആണ്ടുപോകാതെ വന്ന് വിടിവിക്കുവാൻ കർത്താവ് വിശ്വസ്തനാണ്. ദൈവം മതിയായവനാണ്. ഇനിവേ അങ്ങനെയുള്ളതായ ഒരു അവസ്ഥയാൽ നിങ്ങൾക്ക് എന്തെങ്കിലും പരിതാപകരമായ അവസ്ഥകളോ പ്രശ്നങ്ങളോ വന്നിട്ടുണ്ടെങ്കിൽ പോലും അതിൽ നിന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവരുവാൻ എൻ്റെ യേശു മതിയായവനാണ്. ഇന്നെന്നെ കേൾക്കുന്ന എല്ലാവരോടുമായിട്ട് ഞാൻ പറയുന്നു, നിങ്ങൾ എവിടെയൊക്കെയോ തളയ്ക്കപ്പെട്ടു പോയിട്ടുണ്ട്, എവിടെയൊക്കെയോ നിങ്ങളുടെ നന്മകൾ ഉടക്കിക്കിടപ്പുണ്ട്, എവിടെയൊക്കെയോ നിങ്ങളുടെ നല്ല പുരോഗതികൾ ആണിയടിച്ച് വെച്ചതുപോലെ സ്തംഭിക്കപ്പെട്ടു പോയിട്ടുണ്ട്. പക്ഷേ ഇന്ന് രാവിലെ പുരോഗതികളുടെ നല്ല ദൈവം 400 വർഷത്തെ അടിമപ്രവാസത്തിന് ശേഷം ഒരു കടലിനെ പിളർന്ന് അവരെ ഉപദ്രവിച്ച ശത്രുവിൻ്റെ തല തകർത്ത് അവരെ പുറത്തു കൊണ്ടുവന്നത് നിങ്ങൾ വിശ്വസിക്കുന്നു എങ്കിൽ കർത്താവിൻ്റെ പ്രവൃത്തി അന്നും ഇന്നും തന്നിൽ ആശ്രയം വെക്കുന്ന തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കപ്പെടുന്നതും ഇറങ്ങി വരുന്നതുമാകയാൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ആ സങ്കടകരമായ സാഹചര്യങ്ങളിൽ നിന്നും അത്ഭുതകരമായി കർത്താവ് നിങ്ങളെ പുറത്തു കൊണ്ടുവരുവാൻ നിങ്ങൾക്ക് വേണ്ടി ഇന്ന് പകൽ തൻ്റെ തൃക്കരം നീട്ടുക തന്നെ ചെയ്യും. പ്രിയപ്പെട്ടവരെ, ഒരു രോഗം അവളുടെ 18 വർഷം കവർന്നെടുത്തു എന്ന് ഞാൻ പറഞ്ഞല്ലോ. നിങ്ങളുടെ നല്ല സമയത്തെ കവർന്നെടുക്കുന്ന ചില പ്രശ്നങ്ങൾ, നിങ്ങളുടെ നല്ല ആരോഗ്യത്തെ കവർന്നെടുക്കുന്ന ചില രോഗങ്ങൾ, നിങ്ങളുടെ സമ്പത്തിനെ ഇല്ലായ്മപ്പെടുത്തി കളയുന്ന യാതൊരു ഗുണവുമില്ലാത്ത കുറേ തെറ്റായ പ്രൊജക്റ്റുകൾ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് യാതൊരു വിധത്തിലുള്ളതായി പുരോഗതി തരാതെ നമ്മുടെ കൂടെ കൂടിയിട്ട് നമ്മളെ ചതിച്ചൊരു ദിവസം ഞങ്ങൾ നമ്മുടെ നന്മകളുമായി കടന്നു കളയുന്ന ചില സൗഹൃദങ്ങൾ, വഞ്ചകരായ സൗഹൃദങ്ങൾ, ഇങ്ങനെയൊക്കെ നീണ്ടു നിൽക്കുന്ന പലവിധമായ പ്രശ്നങ്ങളുടെ പിന്നിൽ നിങ്ങളുടെ നല്ല ജീവിതത്തെ, നല്ല സമയത്തെ, നല്ല അവസരത്തെ, നിങ്ങളുടെ നന്മകളെ ഇല്ലായ്മപ്പെടുത്തുന്ന ഒരു സാധാന്യമായ പ്രവർത്തനം അതിൻ്റെ പുറകിലുണ്ട്. ഇന്ന് പെട്ടെന്ന് കാര്യങ്ങൾ സ്തംഭിക്കപ്പെട്ടു പോകുന്നത് പോലെ, നിശ്ചലമായി പോകുന്നത് പോലെ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടേ എങ്കിൽ സ്വാഭാവികമായ ഒരു പ്രശ്നം തീരേണ്ട സമയം കഴിഞ്ഞിട്ടും അവസാനിക്കാതെ ശ്രദ്ധിച്ചു കേട്ടുകൊള്ളുക. സ്വാഭാവികമായിട്ടും ഒരു പ്രശ്നം പരിഹരിക്കപ്പെടേണ്ട സമയം കഴിഞ്ഞിട്ടും അവസാനിക്കാതെ ഗത്യന്തരമില്ലാതെ ഇന്നും അതിൻ്റെ പ്രത്യാഘാതങ്ങളിൽ നിങ്ങൾ കിടന്ന് വലയുകയാണെങ്കിൽ നിങ്ങൾക്കൊരു വിടുതൽ ആവശ്യമാണ്. അത്ഭുതകരമായൊരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ വന്നേ പറ്റൂ. ഒരു സാധാരണ പ്രാർത്ഥനയിലോ ഒരു സാധാരണ ആത്മീക ജീവിതത്തിലോ ഉൾപ്പെടുന്ന നിലയിലുള്ള ഒരു ആത്മശക്തി കൊണ്ട് നിങ്ങൾക്ക് പുറത്തു വരാൻ സാധ്യമല്ല. കൂടുതലായി കർത്താവിലേക്ക് ആശ്രയിക്കണം. ബൈബിൾ നമ്മളോട് പറയുന്ന ആത്മീയ യുദ്ധങ്ങളുടെ സാഹചര്യങ്ങൾ വരുമ്പോഴൊക്കെയും നോർമൽ പവർ പോരാ, ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടണമെന്ന് പറയുന്നു. അപ്പോൾ ദൈവത്തിൽ നിന്ന് അമിതമായ ബലം നാം സ്വീകരിക്കേണ്ടതുണ്ട്. നമ്മൾ അല്പം കൂടെ ഊർജ്ജസ്വലരായി നാം കർത്താവിലേക്ക് അടുത്തു വരേണ്ടതായിട്ടുണ്ട്. അല്പം കൂടെ തീക്ഷ്ണമായിട്ട് നാം പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട്. അല്പം കൂടെ ആവേശത്തോടുകൂടെ നാം നമ്മുടെ ജീവിത മാറ്റങ്ങൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ നെടുമ്പാട് വീഴേണ്ടതായിട്ടുണ്ട്. നിസ്സാരമായതും സാധാരണപ്പെട്ടതുമായ നിലകൾ കൊണ്ട് നമുക്കൊരിക്കലും കാര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ബ്രേക്ക് ത്രൂ നടക്കുന്നതിൻ്റെ തൊട്ട് പിന്നിൽ ഏറ്റവും ശക്തമേറിയൊരു പ്രാർത്ഥനയുടെ അന്തരീക്ഷം രൂപപ്പെട്ടിട്ടുണ്ടാകും. നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും വലിയ അനുഗ്രഹം തുറക്കപ്പെടുന്നതിന് മുൻപായി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ യുദ്ധത്തിന് തന്നെ നിങ്ങളൊരു പക്ഷേ തയ്യാറായിട്ടുണ്ടാകും. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ഹൃദയത്തെ തൊടുന്നുണ്ട് എന്നും നിങ്ങൾക്കിത് മനസ്സിലാകുന്നുണ്ടെന്നും ഞാൻ വിശ്വസിക്കുന്നു. ദേവദാസനെ, എനിക്കിതിനൊന്നും പ്രാപ്തിയോ അറിവോ പരിജ്ഞാനമോ ഇല്ല. എനിക്കിങ്ങനത്തെ കാര്യങ്ങൾ കേട്ട് ഏകദേശം ഒരു ധാരണയുണ്ടെങ്കിലും ഇതെങ്ങനെ പരിഹരിക്കണമെന്ന് എനിക്കറിയില്ല. ഇങ്ങനൊരു സങ്കടമായിരിക്കാം ഒരുപക്ഷെ നിങ്ങളെ അലട്ടുന്നത്. ഞാൻ നിങ്ങളോട് പറയട്ടെ, ആരും ഈ ലോകത്തും മിടുക്കരല്ല. ഞാനാണ് ഇതിൻ്റെ സ്പെഷ്യലിസ്റ്റ് എന്ന് പറയാൻ ആരെയും ദൈവം ഏർപ്പാടാക്കിയിട്ടില്ല. ഇതിൻ്റെ എല്ലാ സ്പെഷ്യലിസ്റ്റ് ഒരാളേ ഉള്ളൂ, അത് കർത്താവായ യേശുവാണ്. തൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടുമെന്ന് ദൈവവചനം നമ്മളോട് പറയുന്നു. അതുകൊണ്ട് എന്ത് ചെയ്യണം? യേശുവിൻ്റെ നാമത്തിൽ ആശ്രയിക്കുക. നിങ്ങളുടെ ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള അടുത്ത സ്റ്റെപ്പ് വാഴ്ത്തപ്പെട്ടവനായ കർത്താവ് യേശുവിനായി നിങ്ങൾ സമർപ്പിക്കുക. ആ യേശുവിൻ്റെ രക്ഷയും കർത്തൃത്വവും നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ യേശുവിനെ നിങ്ങളുടെ കർത്താവും രക്ഷിതാവുമായി അംഗീകരിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ യേശുവിൻ്റെ നാമത്തെ സ്വീകരിക്കുമ്പോൾ, യേശുവിനാലുള്ളതായി വിടുതലിനായി നിങ്ങൾ നിങ്ങളെ സമർപ്പിക്കുമ്പോൾ അത് ഗംഭീരമായൊരു മാറ്റമായി നിങ്ങളുടെ ജീവിതത്തിൽ മാറുകയാണ്. ഒരു വിടുതൽ കർത്താവ് ഒരുക്കാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് പകൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാൻ ഈ പറഞ്ഞതുപോലെയുള്ളതായ ഒരു പ്രശ്നത്തെ നിങ്ങൾ നേരിടുന്ന ഒരു വ്യക്തിയാണ്, ഇങ്ങനൊരു കാര്യം നിങ്ങളെ അലട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടാമതൊന്ന് ചിന്തിക്കേണ്ട. ഇരിക്കുന്നിടത്ത് നിന്നും
എഴുന്നേറ്റ് മുട്ടിന്മേൽ നിൽക്കുക. കർത്താവിൻ്റെ ഒരു ശക്തമായ സാന്നിധ്യം നിങ്ങളുടെ മേലിറങ്ങും. ഇതൊരു വലിയ വിടുതലും മാറ്റവുമായി തീരും. ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് അല്പനേരം പ്രാർത്ഥിക്കാം. ചില സാമ്പത്തിക ബന്ധനങ്ങൾ അഴിഞ്ഞു മാറട്ടെ. ചില കുടുംബങ്ങളിൽ നാളുകളായി കിടക്കുന്ന ചില വല്ലാത്ത വിഷയങ്ങൾ ഇന്ന് പകൽ യേശുവിൻ്റെ നാമത്തിൽ അതിൻ്റെ ബന്ധനം അഴിഞ്ഞ് നിങ്ങളതിൻ്റെ തകർച്ചയ്ക്കിടയിൽ നിന്നും രക്ഷപ്പെട്ട് പുറത്തു വരട്ടെ. വിഘടിച്ച് നിൽക്കുന്ന ചില മനുഷ്യ മനസ്സുകൾക്കകത്ത് കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ സമാധാനം വരട്ടെ. വിളിച്ചാൽ ഫോൺ എടുക്കും, സംസാരിക്കും, മിണ്ടും, പറയും, പക്ഷേ ഒരുമിച്ച് ജീവിക്കുന്നില്ല. ഈ നിലയിൽ ഇതുവരെയും സന്തോഷമില്ലാത്തൊരു ദാമ്പത്യം പേരിന് നിങ്ങൾ കൊണ്ടു നടക്കുകയാണെങ്കിൽ നിങ്ങളുടെ നല്ല സമയങ്ങളെ കവർന്നെടുക്കുന്ന ഒരു ഇരുട്ടിൻ്റെ പ്രവർത്തനം നിങ്ങളുടെ കുടുംബജീവിതത്തോടുള്ള ബന്ധത്തിലുണ്ട്. വിടുതൽ പ്രാപിച്ച് പുറത്തു വരണം. ചില അനുഗ്രഹങ്ങൾ പ്രാപിക്കേണ്ട നേരത്തെ തന്നെ അത് പ്രാപിക്കണം. ചിലതൊക്കെയും നഷ്ടപ്പെട്ടു പോകുന്നത് കണ്ട് വേദനിച്ച് നിൽക്കുകയാണെങ്കിൽ അതിനെ തിരികെ പിടിക്കാൻ ഇന്ന് പകൽ ദൈവകൃപയോടെ ഒന്നുകൂടെ അരമുറുക്കി എഴുന്നേറ്റാട്ടെ. നിന്റെ വീട്ടിൽ ഞാനൊരു വിടുതൽ ചെയ്യാൻ പോവുകയാണെന്ന് കർത്താവ് പറയുന്നു. ഈ സാഹചര്യത്തിൽ നിന്ന് ഞാൻ നിന്നെ അത്ഭുതകരമായി പുറത്തു കൊണ്ടുവരും. നിന്റെ വഴികൾ നീ വിചാരിക്കുന്നതിലും അതിശയകരമായി ഞാൻ തുറക്കും. ഈ ആഴ്ച നിനക്ക് ചില അനുഗ്രഹങ്ങൾ എഴുതാൻ പോകുന്ന ദിവസങ്ങളാണ്. നീ പുതിയ ചില നന്മകൾക്ക് അവകാശിയായി തീരാൻ പോകുന്ന ദിനരാത്രങ്ങളാണ് നിന്റെ മുമ്പിൽ വരാൻ പോകുന്നത്. യേശു പറയുന്നു, ഞാൻ നിന്റെ സ്ഥിതിയെ മാറ്റും. നിന്റെ അവസ്ഥയ്ക്കകത്ത് ഞാൻ എൻ്റെ പ്രവൃത്തി വെളിപ്പെടുത്തും. കൂനിയായി പോയൊരു സ്ത്രീ 18 സംവത്സരം അവളെ ബാധിച്ചിരുന്നൊരു ബന്ധനത്തെ അഴിച്ച് യേശു അവളെ ജീവനിലേക്ക് തിരിച്ചെഴുന്നേൽപ്പിച്ചതുപോലെ ഇന്നെന്നെ കേൾക്കുന്ന നിരവധി മക്കളുടെ ജീവിതത്തിൽ കർത്താവ് തൻ്റെ വിടുതലിൻ്റെ പ്രവൃത്തിയെ അയക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. പലതവണ പാസ്റ്റർ ഞാൻ തോറ്റുപോവുകയാണ് ഈ പരീക്ഷ. പല കാര്യങ്ങളിൽ ഞാൻ മുന്നോട്ടിറങ്ങി, പക്ഷേ എനിക്കൊന്നിലും സക്സസ് ആകാൻ പറ്റുന്നില്ല. ഞാൻ ഒരുപാട് സംസാരിച്ച് നോക്കി, എൻ്റെ ജീവിത പങ്കാളി യാതൊരു വിധത്തിലും അടുക്കുന്നില്ല. ഞാൻ മാറി പല വിധത്തിൽ അപ്ഡേറ്റ് ചെയ്തിട്ടും എൻ്റെ ബിസിനസ്സിൽ എനിക്കൊരു ഉയർച്ച വരുന്നില്ല. ഞാൻ ഒരുപാട് പരിശ്രമിച്ചിട്ടും എൻ്റെ മിനിസ്ട്രി ഇന്നും ഒരു ലെവലിൽ തന്നെ കിടക്കുകയാണ്. എനിക്കൊരു മാറ്റം വേണം. കർത്താവിൻ്റെ ആത്മാവ് കുഞ്ഞെ നിൻ്റെ അവസ്ഥയ്ക്കകത്തേക്കാണ് ഇന്ന് പ്രവർത്തിക്കുന്നത്. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ പുലരിയിൽ ഞങ്ങൾ അങ്ങയുടെ നാമത്തെ സ്തുതിക്കുന്നപ്പാ, സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ വാത്സല്യപുത്രനും മാനവകുലത്തിൻ്റെ മാതൃകയും ഞങ്ങളുടെ പാപത്തിൻ്റെ പരിഹാരകനും ഉലകത്തിൻ്റെ രക്ഷകനുമായി മണ്ണിൽ അവതരിച്ചിരിക്കുന്ന ഏക സത്യദൈവമായ ദൈവത്തിൻ്റെ പ്രതിമയാം ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാവിലെ എന്നോടുകൂടെ പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തികളുടെ അരികിലേക്കും ഇറങ്ങുന്ന അവിടുത്തെ ആത്മാവിൻ്റെ ശ്രേഷ്ഠമായ അഭിഷേകത്തിനായിട്ട് നന്ദി. ഇവരായിരിക്കുന്നിടത്ത് ഇവരെ പൊതിയുന്ന ദൈവത്തിൻ്റെ ഗ്ലോറിക്കായി സ്തോത്രം. ഹോളി സ്പിരിറ്റ്, നിരവധി ദൈവത്തിൻ്റെ ദൂതന്മാരുടെ സഖ്യം ഇവരായിരിക്കുന്ന ഇടങ്ങളിൽ ഇപ്പോൾ അനുഗ്രഹങ്ങൾ ചൊരിയാനും ഇവർക്ക് വേണ്ടി പല ബന്ധനങ്ങൾ അഴിച്ച് വിടുതലുകൾ നൽകാനും വേണ്ടി അന്തരീക്ഷ മണ്ഡലങ്ങളിൽ ഇറങ്ങുന്നതിനായും പ്രത്യക്ഷമാകുന്നതിനായിട്ടും സ്തോത്രം. ശരീരങ്ങളുടെ മേലൊരു വിടുതലിപ്പോൾ ഇറങ്ങട്ടെ, വ്യാപിക്കട്ടെ. മനസ്സിൻ്റെ വേദനകൾ യേശുവിൻ്റെ നാമത്തിൽ അഴിഞ്ഞു പോകട്ടെ. അതിഭീകരമായ ചില കെട്ടുകൾ പൊട്ടിമാറട്ടെ. ഹോളി സ്പിരിറ്റ്, വർഷങ്ങളായി അലട്ടുന്ന ചില രോഗങ്ങൾ, അന്ധതകൾ, സംസാരിപ്പാൻ കഴിയാത്ത സാഹചര്യങ്ങൾ, ചലനമില്ലാത്ത ചില അവയവങ്ങൾ, ഇതിൻ്റെ മേലെല്ലാം ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യം വരട്ടെ. കർത്താവേ, തലമുറകളില്ലാത്തവർക്ക് ദൈവം ആ കുഞ്ഞുങ്ങളെ നൽകിയാട്ടെ. സ്ഥാപനങ്ങൾ തുടങ്ങിയിട്ട് നയാ പൈസയുടെ കച്ചവടമില്ലാതെ വെറുതെ ശൂന്യമായി അതിനുമേൽ കാവലിരിക്കുന്നവരെ പോലെ അലയുന്നവർക്ക് ഈ പകൽ വരുമാനത്തിൻ്റെ 100 ഇരട്ടി സാധ്യതകൾ തുറന്നു വരട്ടെ. ചില ടോക്കൺ കൊടുത്തിരിക്കുന്നതായ ചില ലാൻഡുകൾ, പ്രോപ്പർട്ടികൾ, ഭവനങ്ങൾ, ചില വാഹനങ്ങൾ, അസറ്റുകൾ ഇവരുടെ കരങ്ങളിലേക്ക് അത് ഉടമസ്ഥാവകാശം
പൂർണ്ണമാക്കപ്പെടും വിധം അതിൻ്റെ ക്രയവിക്രയങ്ങളിൽ കർത്താവിൻ്റെ ആത്മാവെ അനുഗ്രഹങ്ങളെ അയച്ചാട്ടെ. ഇന്ന് രാവിലെ ഞാൻ പ്രാർത്ഥിക്കുന്നു, കർത്താവെ, ചില വർഷങ്ങൾ കൊണ്ട് പല കാര്യങ്ങളിൽ അലയുന്ന, പോയിട്ടെങ്ങും ഒരു പരിഹാരമില്ലാതെ മനസ്സ് വ്യാകുലപ്പെട്ടായിരിക്കുന്ന, ഇനി ഇത് നടക്കില്ല എന്ന നിലയിൽ മനസ്സ് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചില വിഷയങ്ങളിൽ പൂത്തുലയുന്ന ഒരു ചെടി പോലെ ദൈവത്തിൻ്റെ പ്രവൃത്തിയുടെ പുത്തൻ കാഴ്ച ഈ പുലരിയിൽ ഇവർ കാണട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. വലിയ സമാധാനവും സ്വസ്ഥതയാലും ജീവിതങ്ങൾ നിറയപ്പെടട്ടെ. പരിശുദ്ധാത്മാവേ, അങ്ങിവരെ സ്പർശിക്കുന്നതിനായിട്ട് സ്തോത്രം. ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം, പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് യേശുക്രിസ്തുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുകയാൽ നന്ദി. ഞാനിവരെ അനുഗ്രഹിക്കുന്നു. എൻ്റെ പ്രാർത്ഥന കേട്ട് അവിടുന്ന് മറുപടി അയക്കുന്നതിന് നന്ദി ദൈവപിതാവേ. യേശു കർത്താവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇവരുടെ മേൽ ഇപ്പോൾ തന്നെ ഈ പ്രഖ്യാപിക്കപ്പെട്ട ദൈവിക ദൂതിൻ്റെ അനുഗ്രഹം റിലീസാകട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. നെഞ്ചിൽ കൈവച്ച് പറഞ്ഞ കർത്താവായ എൻ്റെ യേശുവേ, അങ്ങേ ഞാൻ എൻ്റെ രക്ഷകനായും എൻ്റെ കർത്താവായും ആരാധ്യനായ എൻ്റെ ദൈവമായും പൂർണ്ണ മനസ്സോടെ സ്വീകരിക്കുന്നു. പറഞ്ഞേ, യേശു എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി സ്വർഗീയ മഹിമകളെല്ലാം വേണ്ടെന്ന് വെച്ച് ഈ താണഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. പൊന്തിയോസ് പീലാത്തോസിൻ്റെ കാലത്ത് എനിക്ക് വേണ്ടി കഷ്ടം സഹിച്ച് എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനായി ക്രൂശിക്കപ്പെട്ടു. യേശുവിൻ്റെ മരണത്താലും മൂന്നാം നാളിലെ പുനരുത്ഥാനത്താലും എനിക്ക് നിത്യമായ ജീവനും സമാധാനവും സൗഖ്യവും സ്വാതന്ത്ര്യവും ദൈവത്തിൻ്റെ കുഞ്ഞെന്നുള്ള പദവിയും ലഭിച്ചിരിക്കുന്നു. ഇതെനിക്ക് നൽകിയ യേശുവിനായി ഞാൻ എന്നെ സമർപ്പിക്കുന്നു. പറഞ്ഞേ, മരണത്തെ ജയിച്ചവനെ അങ്ങേക്ക് ആരാധന. പറഞ്ഞേ, ശാപങ്ങളെ തകർത്തവനെ യേശുവേ ആരാധന. പറഞ്ഞേ, രോഗങ്ങളെ സൗഖ്യമാക്കുന്ന സാക്ഷാൽ വൈദ്യനെ യേശുവേ ആരാധന. എന്നെ ഞാൻ അങ്ങേക്കായി പൂർണ്ണമായും തരുന്നു. സ്തോത്രം. നിങ്ങളുടെ ജീവിതത്തിൽ ഈ കർത്താവ് നിങ്ങൾക്ക് എപ്പോഴും താങ്ങും തുണയുമായിരിക്കും. സന്തോഷത്തോടെ ഇന്നത്തെ എപ്പിസോഡ് ഞാൻ അവസാനിപ്പിക്കട്ടെ. നാളെ രാവിലെ വീണ്ടും നമുക്ക് കർത്താവിൻ്റെ കൃപയിൽ മുഖാമുഖം കാണാം. ലോകമെങ്ങും ഈ ശുശ്രൂഷ കാണുന്ന പ്രിയപ്പെട്ടവരോട്, ഇത് കർത്താവിൻ്റെ വേലയാണ്, സുവിശേഷ വേലയാണ്. അതുകൊണ്ട് നിങ്ങളിത് കണ്ടിട്ട് പോകാതെ ആയിരക്കണക്കിന് ആൾക്കാരിലേക്ക് ഇത് എത്തേണ്ടതിന് നിങ്ങളിത് ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരു കാരണവശാലും മറക്കരുത്. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ആരാധന ഞായറാഴ്ചയും വെള്ളിയാഴ്ചയും കോട്ടയത്ത് ലോഗോസ് ജംഗ്ഷൻ എന്ന് പറയുന്ന ഒരു ജംഗ്ഷനുണ്ട്, ഒരു സ്ഥലമുണ്ട്. അവിടുത്തെ സിഗ്നലിൽ നിന്നും നേരെ മുകളിലേക്ക് പോലീസ് പരേഡ് ഗ്രൗണ്ടിലേക്ക് പോകുന്ന വഴിയെ കയറുമ്പോൾ വലതുവശത്തായുള്ള മന്നാകുളത്തിൽ ബിൽഡിങ്ങിൻ്റെ 7ാം നിലയിൽ MK ടവർ എന്ന് അവിടെ ലൈഫ് ചേഞ്ചർ പ്രോഫറ്റിക് സഭയുടെ ബോർഡുണ്ട്. അവിടേക്ക് വന്നാൽ നിങ്ങൾക്ക് നമ്മളെ നേരിട്ട് കാണാൻ, പ്രാർത്ഥനയിൽ പങ്കുചേരാൻ, ദൈവിക വിടുതലുകൾ അനുഭവിപ്പാൻ അവസരമുണ്ട്. വരണം. നിങ്ങളെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. നേരിട്ട് വന്ന് ഞങ്ങൾക്ക് പ്രാർത്ഥനാവിഷയങ്ങൾ തരുന്ന സകലരുടെയും പ്രാർത്ഥനാ അഭ്യർത്ഥനകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന ദൈവദാസിദാസന്മാർ സഭയിലുണ്ട്. ഈ അനുഭവങ്ങൾ നിങ്ങൾക്കും പ്രാപിക്കണ്ടേ? കർത്താവ് നിങ്ങളെ അതിനായിട്ട് വിളിക്കുന്നു. വരിക. യേശു നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് പകൽ മുഴുവനും പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും യേശു കർത്താവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.